അതെപ്പോ പോണം, അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ രാത്രി 11 മണി 12 മണിക്ക് ഇവിടെ വന്നിട്ട് പിന്നെ നമ്മൾ തവാഫിന് പോയി തിരിച്ചു വരുമ്പോഴത്തേനും സുബഹിയാവും. സുബഹിസ്കാരം കഴിഞ്ഞാൽ പിന്നെയും പോകേണ്ടി വരും. അപ്പൊ ഇടങ്ങാറാക്കി എന്ന് പറയുന്നത് നമ്മൾ ഇടങ്ങാറാക്കി എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം പറഞ്ഞു തരുന്നത് നിങ്ങളെ ശരീരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാനാണ്. ഇന്നും ഇറാൻ ചെയ്യണില്ലെങ്കിലേ ചെയ്യണോല് ചെയ്തോട്ടെ. പിന്നെ നാളെ രാവിലെ പോയാൽ നാളെ വൈകുന്നേരത്ത് മല വേണമെങ്കിൽ കയറാം. പറ്റൂലേ? തിങ്കള് അല്ലേ? നമ്മള് അൽഹംദുലില്ലാ ദിവസം കുറഞ്ഞു വന്നൂല്ലേ? അല്ല, വൈകുന്നേരത്തെ നല്ലേ. ഇന്ന് രാത്രി തിങ്കൾ തന്നെയല്ലേ ഉറപ്പല്ലേ? ചൊവ്വ, ബുധൻ, വ്യാഴം 3 ദിവസം ഉണ്ട് നമ്മളെ മുന്നില്. അതിന് നമുക്ക് എവിടെ പോകാണ്ട് 2 സ്ഥലം പോകാനോ മല കയറും വേണം. ഒരു ദിവസം പിന്നെ ലാസ്റ്റ് ഉംറയും വേണ്ടേ? ഒരു ഉംറയും ചെയ്യാണ്ട് ഒരു ഉംറക്ക് ഒന്നിച്ചു പോകാണ്ട് ലാസ്റ്റ് ഉംറ ഒന്നിച്ച് എല്ലാരും ഒന്ന് ചെയ്യണം. മല കയറാൻ പോകണം. പിന്നെ നമുക്ക് ദൈവീയം പോകുന്നതൊക്കെ പോകാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഓർഡർ ആക്കണം. ദിവസങ്ങളില്ല, പെട്ടെന്നൊക്കെ റെഡി ആകുന്നത്. എത്ര പെട്ടെന്നാണ് ഇതാരും കഴിഞ്ഞു പോകണം. നാളെ പോവാ. നാളെ ഉച്ചയ്ക്ക് ശേഷം പോണോ വൈകുന്നേരം പോണോ? രാവിലെ പോയാലോ? രാവിലെ പോയിട്ടേ ഹുദൈബിയ രാവിലെ പോവാ. ഉച്ചയ്ക്ക് ശേഷം പോണോ വൈകുന്നേരം പോണോ? വൈകുന്നേരം പോവല്ലേ? ചോദിച്ചു അവിടെ രാവിലെ ഹുദൈബിയ രാവിലെ വേണ്ടു. ജിദ്ദീത്ത് ഉംറ ഇവിടെ വന്നിട്ട് അപ്പൊ തന്നെ ചെയ്തുകൊണ്ട് കടന്നിറങ്ങാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതായത് ഇന്ന് ഉംറ ചെയ്യാണെങ്കിൽ എന്ത് വേണം? നമ്മൾ വന്ന ഉടനെ പോയി ഇഹ്റാം തവാഫ് ചെയ്ത് സഅയ് ചെയ്ത് ഇവിടെ വന്ന് കിടന്നുറങ്ങാന് പിന്നെ ആഫിയത്തുള്ളവര് കഴിയുന്നവര് ചെയ്താൽ മതി. കാരണം രാവിലെ പോവുകയാണെങ്കിൽ വൈകുന്നേരമാണ് ഓക്കെ, പിന്നെ എല്ലാവർക്കും പറ്റുന്ന അത്രയൊക്കെ ചെയ്യാം. അല്ലെ പിന്നെ മലയാറിൽ പിന്നെ ആക്കണ്ടേ വരും. എന്നാ പിന്നെ നാളെ വൈകുന്നേരത്തെ ആക്കാം. മലയാറിൽ നമുക്ക് മറ്റന്നാൾ മറ്റന്നാക്കാം. വൈകുന്നേരം ആക്കാം. ഉദയബി എന്ന വൈകുന്നേരം നിങ്ങളെല്ലാരും വേഗം പറയണം. വേഗം പോയി കാലം നീട്ടി കിടന്നോ. എന്നാ വൈകുന്നേരം ഉദയബി ആക്കാം. ഒരു 2 മണിക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലുള്ള നിങ്ങളൊന്നും ആരും പറയണം. ഇന്ന് പോരുമ്പോൾ രാത്രി 11 മണി ആയാലും 10 മണി ആയാലും ഉംറ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈ എത്തിച്ചാണ്. 1 2 3 4 5 ചെയ്തോളൂ. നമുക്ക് മല പിന്നെ ഒരു ഉംറ നമുക്ക് അധികം കിട്ടുമല്ലോ. ഇന്ന് രാത്രി നാളെ രാവിലെ എന്ത് ചെയ്യാം? രാവിലെ ഉദയബിക്ക് പോകട്ടെ, ഉച്ചക്ക് ശേഷം ഉദയബിക്കുക. എന്നാ പിന്നെ നാളെ വൈകുന്നേരത്തല്ലേ വരുള്ളൂ. നമുക്ക് ചെറിയ വിശ്രമം ചൊവ്വാഴ്ച കഴിഞ്ഞു. ചൊവ്വയും കൂടെ കഴിഞ്ഞു. പിന്നെ ബുധനും വ്യാഴം നമുക്ക് വേണ്ടത് ഓർഡർ. അപ്പൊ ഇന്നത്തെ നാളത്തെ ഓർഡർ നമുക്കൊന്ന് ഇപ്പൊ പറഞ്ഞ മാതിരി ആക്കാം കേട്ടോ. ഇന്നത്തെ നമ്മള് പറഞ്ഞു രാവിലെ സിയാറ കഴിഞ്ഞു, ഉച്ചയ്ക്ക് ശേഷം ജിദ്ദയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നാളെ ഇന്ന് നമുക്ക് ജിദ്ദീന്ന് പോരുമ്പോ ഏതായാലും നമ്മൾ പൈസ ചെലവാക്കി പോവുകയാണല്ലോ. അപ്പൊ നല്ലത് ഉംറകൾ കിട്ടണ അത്ര ചെയ്യല്ലേ നല്ലത്. 5ാമത്തെ ഉംറ എന്നുള്ള ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കഴിയുകയാണെങ്കിൽ പെണ്ണുങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി മസല പരിഗണിക്കുക, ഹറാമ് വരാതെ നേർച്ചയാക്കി നമുക്ക് എന്ത് ചെയ്യാൻ ഇൻഷാ അല്ലാഹ് ഒരു ഉംറ കൂടെ ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് രാത്രി തന്നെ ചെയ്ത് പൂർത്തിയാക്കിയാൽ ക്ഷീണമൊക്കെ ഉണ്ടാവും, എന്നാലും നമുക്ക് രാത്രി ചെയ്ത് പൂർത്തിയാക്കി ഇവിടെ വന്ന് കിടന്നാൽ എന്ത് ചെയ്യാ, രാവിലെ കുറച്ചേരം റെസ്റ്റ് എടുക്കാം. ചായ അടിച്ചിട്ട് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞ് ഉച്ചക്ക് ശേഷം ഹുദൈബിയ. ഹുദൈബിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഹുദൈബിയ സന്ധി നടന്ന സ്ഥലം നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഹുദൈബിയ സന്ധി ഹിജ്റയുടെ 5ാം വർഷം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശത്രുക്കളും തമ്മിൽ ഉംറക്ക് വേണ്ടി ഹെറാം ചെയ്ത് മദീനയിൽ നിന്ന് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ ഹുദൈബിയയിൽ വെച്ച് തടഞ്ഞു വെച്ചു. 1500 സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കുടുങ്ങി. അവസാനം ഉംറക്ക് ഹെറാം ചെയ്ത് വന്നതാണ്. ഒരു തുണി എടുത്ത് ഒരു തുണി പൊതച്ചു വന്ന സ്വഹാബികൾ ഒരു ഉംറ ചെയ്യാൻ അനുവദിച്ചില്ല ശത്രുക്കൾ. അവസാനം ഉംറക്ക് തടസ്സം വന്ന എന്താ ചെയ്യാന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അറിവ് നടത്തുക അല്ലെ. അറിവ് നടത്തിയിട്ട് വേണം ഉംറയിൽ നിന്ന് ഒഴിവാകാൻ. അത് ഹൈദുണ്ടെങ്കിലും അങ്ങനെ തന്നെ. അതാണ് ഹൈദിന്റെ സമയത്ത് വരാൻ സാധ്യതയുള്ള ടൈമിൽ ആ നിബന്ധന വെക്കാറുള്ളത്. എന്താ നമ്മൾ പറഞ്ഞു തരാറില്ലേ, വല്ല കാരണങ്ങൾ വല്ല തടസ്സങ്ങളോ വന്നാൽ ഉംറയിൽ നിന്ന് ആ സ്വമേധയാ ഒഴിവാകുന്നു വെക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അല്ലെങ്കിൽ അറിവ് നടത്തണം. അപ്പൊ അറിവ് നടത്താൻ അതിന് എണ്ണം കൊണ്ടുവരണം, അല്ലെങ്കിൽ എണ്ണം ഇവിടെ നിന്ന് വാങ്ങണം. അങ്ങനെ അവര് എണ്ണം എന്ത് ചെയ്തിരുന്നു, സംഘടിപ്പിച്ചിരുന്നു. അവരർത്തു, അവിടുന്ന് ഉംറയിൽ നിന്ന് ഒഴിവായി.
പിറ്റത്തെ കൊല്ലാണ് അവർക്ക് ഉംറക്ക് വരാൻ ഇവര് സമ്മതിച്ചത്. ഇവിടുത്തെ മക്കാര് വരാൻ അയച്ചില്ല. അങ്ങനെ അവര് ആ സംഭവം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങള് ശത്രുക്കളുമായി ഒരു സന്ധി ഉണ്ടാക്കി, ഉടമ്പടി. അതിനാണ് എന്താ പറയാ ഹുദൈബിയ സന്ധി. നടന്ന സ്ഥലവും ആ പഴയ പള്ളിയും ആ മറ്റു രൂപങ്ങളും കാഴ്ചകളും ഒക്കെയാണ് അവിടെ. അതിന്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചൊക്കെയാണ്. അത് മറ്റു കാഴ്ചകൾ ഒരുപാട് അവിടെ കാണാണ്ട്. അത് കാണാൻ ഇൻഷാ അല്ലാഹ്. അപ്പോ ഉസ്മാൻ റളിയല്ലാഹു കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നപ്പോൾ എന്ത് ചെയ്യുമെന്ന് റസൂലുള്ള ചർച്ച ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹാബികൾ എല്ലാവരും റസൂലുള്ളാന്റെ കൈ ബയ്യത്തിയാണ് കൈ പിടിച്ചിട്ട് നിങ്ങൾ എന്താണോ പറയുന്നത് ഞങ്ങള് റെഡിയാണ്, നിങ്ങൾ എന്താ പറയുന്നു റെഡിയാണ്, യുദ്ധമാണെങ്കിൽ യുദ്ധം, എന്താണെങ്കിലും അതിന് ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞ് ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് കൈപിടിച്ച് ബയ്യത്ത് ചെയ്തു. അതിനാണ് ബയ്യത്തുർ റിദ്വാൻ എന്ന് പറയുന്നത്. ഒക്കെ നമ്മൾ ചെറിയ 3-4 ക്ലാസ്സുകളിലൊക്കെ മദ്രസയിൽ പഠിച്ചതാണ് ബയ്യത്തുർ റിദ്വാൻ. ആ ബയ്യത്തുർ റിദ്വാൻ നടന്ന സ്ഥലവും ഹുദൈബിയ സന്ധിയും അനുബന്ധ കാഴ്ചകളും ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ഉച്ചയ്ക്ക് ശേഷം അതിന്റെ സമയം അറിയിക്കല്ലേ? 2 മണി. 2 മണി. എന്താ വെച്ചാ പിന്നെ ചിലപ്പോ തിരിച്ചു വരുമ്പോഴേ മ്യൂസിയം തുറന്നുകൊണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ മ്യൂസിയം കാണല്ലേ? 2 ഇതുണ്ട്. ഒട്ടകത്തിന്റെ പാല് കുടിച്ചോണ്ട് പോലെ കുടിച്ചു. അതുകൊണ്ടോ? അല്ല അത് ഒരു പൈസ 5 റുപ്യല്ലേ. പിന്നെ ഒട്ടക പുറത്ത് കയറണമെങ്കിൽ ഒട്ടക പുറത്ത് കയറാം. അല്ല, ഒട്ടകത്തിനെ കാണാം നാളെ ഹുദൈബിയിൽ നമ്മൾ പോകുമ്പോ കുറച്ചുള്ളിലേക്ക് അതിനായിട്ട് കുറച്ച് കറങ്ങി പോകും. ഒട്ടകങ്ങൾ ധാരാളമുള്ള ഏരിയകൾ, ചെറിയ ഒട്ടകങ്ങളും വലുതും പാലുള്ളതും അല്ലാത്തതും ഒക്കെ ഉണ്ടാവും. 5 റിയാലാണ് ഒട്ടകപ്പാല്. അപ്പൊ നമുക്ക് ആ ഒട്ടകത്തിനെയൊക്കെ ഒട്ടകത്തിനെ കാണലും ഹുദൈബിയെ കാണലുമാണ് നമ്മളെ ഇതിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ഇനി ഒട്ടകത്തിന്റെ പാല് ഒരാൾക്ക് നല്ലോണം കുടിച്ചാൽ പൂതിയായി വിചാരിക്കുക, അവിടുന്ന് വല്ല ബിസ്ക്കറ്റോ ചായയൊക്കെ കുടിച്ചാൽ പൂതിയായി വിചാരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് ഓർക്കറിയാം. ഒരു വാങ്ങിയാൽ കുടിച്ചോളൂ, നമ്മൾ പറയണ്ട. വേറെ പ്രശ്നമുണ്ട്. റൂമിൽ വന്നിട്ട് കുടിച്ചാൽ മതി. റൂമിൽ വന്നിട്ട് കുടിച്ചാൽ മതി. അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് എത്തുമ്പോഴേക്കും എന്തെങ്കിലും ഇടങ്ങാറായി നമ്മൾ കൊടുക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ ചിലവർക്ക് അധികം മനസ്സുറപ്പില്ലാത്തവർക്കും വയറുറപ്പില്ലാത്തവർക്കും ആ വിഷയമല്ല, വേണമെങ്കിൽ കുടിച്ചോളുണ്ടോ. ഇതവിടെ ഇങ്ങനെ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് സവാരിയൊക്കെ വേണമെങ്കിൽ നടത്താം. 2 ആളുകളെ കൂടിയിട്ട് ഇങ്ങനെ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ താല്പര്യം കുറച്ചു നേരം നിർത്തി തരും, നിങ്ങളെ ഇഷ്ടം പോലെ. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. കുറച്ച് ബാക്കിയുള്ളവർ നോക്കിക്കുക. ഓലെങ്ങനെ കുതിരപ്പുറത്ത് പോകും, മറ്റോലിങ്ങനെ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങളെ സ്ഥലം കാണിച്ചു തരിക എന്നുള്ളതാണ്. എല്ലാം കാണിച്ചു തരും. ഒട്ടകങ്ങളുള്ള ഏരിയ കൊണ്ടുപോയി നിർത്തും. അവിടെ പിന്നെ കുറെ സാധനങ്ങൾ വിൽക്കണുണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക വേണമെങ്കിൽ വാങ്ങാം. അതിന്റെ പുറത്ത് കയറാനൊക്കെ വേണമെങ്കിൽ ആവശ്യമുള്ളവർ കയറുകയും ചെയ്യാം. നല്ല തസ്ബീഹ് മാല അതേപോലെ കാബന്റെ അതൊക്കെ അവിടെ ഉണ്ടാവും. ഒരു മരുഭൂമിക്ക് പോകും, അവിടെ നിന്നൊക്കെ കാണാൻ ഇൻഷാ അല്ലാഹ്. ഇതാണ് ഹുദൈബിയിലുള്ള. അവിടെ തിരിച്ചു പോരുമ്പോ ഇതുവരെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞതില് നമ്മളെ ഗ്രൂപ്പിൽ അതിന്റെ മേലെ പോയ ആളുകൾ ബദർ ഉണ്ടാക്കുന്നുണ്ട്. സംസം കളറൊന്നും ഉസ്താദ് ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല പറഞ്ഞിട്ട്, സംസം കളർ കാണിച്ചു തന്നില്ല പറഞ്ഞിട്ട് ബദർ ഉണ്ടാക്കുന്നത്. അവർ പൊന്നാര താത്താരങ്ങൾ പോയി വന്നപ്പോ കൂടി കുത്തിരിക്കല, അവിടെ ഒതുങ്ങി കുത്തിരുന്നോളി, അതൊന്നും ആർക്കും കാണാൻ കഴിയൂല. അപ്പൊ സംഭവം എന്താ വെച്ചാൽ ഈ മ്യൂസിയത്തിൽ പോയപ്പോ പഴയ സംസം കളറിന്റെ ഇത് ആ ഇരുമ്പുണ്ടല്ലോ, അത് ഈ മ്യൂസിയത്തിലുണ്ട്. അത് കണ്ടപ്പോ ബലു പറയാ ആ ടീമിന് സംസം കളറൊക്കെ കാണിച്ചു കൊടുത്തു, ഞങ്ങൾക്ക് സംസം കളർ കാണിച്ചു തന്നില്ല. അപ്പൊ അത് മ്യൂസിയാണ്. അതിൽ പഴയ ഇതുകളുണ്ട്, സംസമിന്റെയും അതുപോലെ ഹജറുൽ അസ്വദിന്റെ ഒക്കെ പഴയ കൂടാരങ്ങളും മറ്റും പഴയ തൂണുകളും. ഇവിടെ കഅബയിൽ വലിയ തീപിടുത്തം ഉണ്ടായിരുന്നു. അന്നുള്ള ആ സംഭവങ്ങളൊക്കെ അവിടെ അതിലുണ്ട്, മ്യൂസിയത്തിലുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടി. അതിന്റെ മുമ്പ് കൊല്ലങ്ങളായിട്ട് കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഇതൊക്കെയാണ് ഹുദൈബിയയിലെ വിശേഷങ്ങൾ. അല്ലാഹു നമുക്ക് അവിടെ പോകാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കാണാനും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നാളെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം അല്ലെ, 2 മണിക്ക് ബസ് വരികയാണെങ്കിൽ അങ്ങനെ. ഇനി അല്ല പറ്റ വെയിലാണെങ്കിൽ 2:30 വരെയൊക്കെ വേണമെങ്കിൽ നിർത്താം. സമയം ഒന്ന് ഓടി കൃത്യമായിട്ട് കൊണ്ടു അറിയിക്കണം. ഇത്രയും കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ, ഡൗട്ടുകൾ ഉണ്ടോ, എന്തെങ്കിലും ചോദിക്കാണ്ടോ, അറിയാത്തതുണ്ടോ? നമുക്ക് 2:45 അടിക്കട്ടോ. 2:45 നമുക്ക് ബസ്സിൽ കയറാൻ പറ്റുമോ നോക്കണം. എന്നാലും 3:15 അവിടെ 1 മണിക്കൂറോളം ഓടണ്ടേ. ഇൻഷാ അല്ലാഹ് മദീന ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ആയിരിക്കും അല്ലേ? ഭക്ഷണം കഴിച്ചതിന് ശേഷം ചോറ് കഴിച്ചോളെ. രാത്രി ഇൻഷാ അല്ലാഹ് നമ്മള് മദീനയിലെത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ വെള്ളിയാഴ്ച വരെയുള്ളൂ. വെള്ളി പറഞ്ഞാൽ വെള്ളിയൊന്നും നടക്കൂല. വ്യാഴാഴ്ച വരെ നമുക്കുള്ളൂ. 2-3 ദിവസമുള്ളൂ ഇൻഷാ അല്ലാഹ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഖുർആൻ പ്രസ് മദീനയിലാണ്. ഖുർആൻ പ്രസ്സും അതുപോലെ തന്നെ വേറെ എക്സ്ട്രാ ഒരുപാട് കാഴ്ചകൾ അവിടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതൊക്കെ സാഹചര്യം പോലെ. സാധാരണ നമുക്ക് സമയം ഉണ്ടാകാറില്ല. മദീനത്ത് ആകെ 2 ദിവസം 2.5 ദിവസം ഉണ്ടാവുള്ളൂ. 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ പോരും.
ഇതിന്റെ അടിയിൽ റൗള ഒരു ദിവസം അതിനെ കുറെ സമയം കാത്തിക്കണം. വരി നിന്ന് വരിയായിട്ട് നിന്നിട്ട് പോകണം. ആണുങ്ങൾക്ക് ഒരു സമയം, പെണ്ണുങ്ങൾക്ക് വേറെ സമയം. അപ്പൊ അങ്ങനെ തന്നെ പോയി. പിന്നെ ഒരു ദിവസം സിയാറുണ്ട്, നമ്മളെ ഔദ്യോഗിക സിയാർ, നമ്മളെ കമ്പനിയിൽ നമ്മൾ സാധാ ക്യാഷ് കൊടുത്ത സിയാറാണ്. അത് നമുക്ക് എന്തുണ്ട്, ഉഹദ്, ഖന്തഖ്, അതുപോലെ തന്നെയുള്ള ഖുബാ പള്ളി, തബിലത്തൈനി പള്ളി, ഇങ്ങനെയുള്ള കുറെ കാഴ്ചകളാണ് ഒരു ദിവസം. അതിനേ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ കൂടുതലൊന്നും പോകാൻ സമയം ഉണ്ടാവില്ല. നമുക്ക് പറ്റുകയാണെങ്കിൽ ഈ മുസാഫിന്റെ ഇതുണ്ടല്ലോ, എനിക്ക് ചിലപ്പോൾ ഈ ബസ്സിൽ തന്നെ പോകുമ്പോൾ ഒരു 150 റിയാൽ അല്ലെങ്കിൽ 100 റിയാലൊക്കെ അധികം വാങ്ങി കൊണ്ടാകാറുണ്ട്. കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അവിടെ നിങ്ങൾ എത്തിക്കുക. അപ്പൊ അങ്ങനെ എത്തിയാൽ ഈ മുസാഫ് ഉണ്ടാക്കണ കോടിക്കണക്കിന് മുസാഫുകൾ അടിച്ചിങ്ങനെ എന്താണ് വലിയ വലിയ എന്താണ് ഒരു ബിൽഡിംഗ് നിറയെ അടിച്ചു വെച്ചത്, ആ കാഴ്ചകൾ ഉണ്ടാക്കുന്ന ഒരു കോപ്പി നമുക്ക് വരുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ മുതലാവും ഇൻഷാ അല്ലാഹ്. കഴിയുകയാണെങ്കിൽ അത് കാണിച്ചു തരാം. ബദർ യുദ്ധത്തിന്റെ ബദർ യുദ്ധം ഇൻഷാ അല്ലാഹ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മദീന എത്തുന്നതിന്റെ ഒരു 100 ചില്ലാനം കിലോമീറ്റർ, 160 അതിലധികം വരുന്ന കിലോമീറ്ററുകൾ ഉണ്ടാവും പിന്നെ ഓടാന്. അതിന്റെ മുന്നായിട്ട് നമുക്ക് കണ്ടുപോകും. വേറൊന്നുമില്ലല്ലോ. അപ്പൊ ഇന്നത്തെ ഭക്ഷണത്തിൽ രാത്രി കഴിക്കുന്നതുകൊണ്ട് ഒരു 6:30 നമ്മൾ ഭക്ഷണ ടൈം ഇവിടെ സാധാരണ ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോ നേരം വീട്ടിൽ കഴിക്കുക. അപ്പൊ അതിനനുസരിച്ച് അവരുണ്ടാക്കാൻ പറഞ്ഞാൽ മതിയല്ലോ. അവിടെ ആദ്യത്തെ സാധാ വരുന്ന മാതിരി വരും. ഒരേ ഏരിയക്ക് ഇങ്ങനെ ഫുഡ് വരുന്നതല്ലേ. അവരെ പൊട്ടിക്കാതെ അങ്ങനെ വെക്കാൻ പറഞ്ഞാൽ ചൂടോട് കൂട്ടാൻ വെക്കാൻ പറ്റും. നമ്മൾ പിരിയഡ് എന്തെങ്കിലും വിട്ടുണ്ടോ, എന്തെങ്കിലും നിങ്ങൾക്ക് വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾ നീച്ചലുണ്ടാക്കാൻ മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ കാണാം ഇൻഷാ അല്ലാഹ്. അത് മ്യൂസിയത്തിലുണ്ട്. നമ്മൾ പിരിയല്ലേ. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ഒരുപാട് ഇതുപോലെ വർക്കുകൾ ചെയ്ത് ഇത് ജനങ്ങൾക്ക് ഉപകാരമുള്ള പോലത്തിൽ വിതരണം ചെയ്യാനും അത് അവർക്ക് ഒരു വരുമാനമാക്കി ഉള്ള രൂപത്തിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മൾ